ഹരിമോഹൻ കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. ഹരിമോഹൻ, ഒരിടത്ത് CPI-യുടെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഇപ്പോൾ ചേരുകയാണ്. ആലപ്പുഴയിൽ ചേരാൻ പോകുന്നു. തിരുവനന്തപുരത്ത് AKG സെന്ററിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. അവിടെ മുതിർന്ന നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കമുള്ളവരെല്ലാവരും എത്തിക്കഴിഞ്ഞു. ഹരിമോഹൻ, നിർണായകമായ എന്തെങ്കിലും തീരുമാനങ്ങൾ അവിടെ ആകെ ഉണ്ടാവേണ്ട ഒരേ ഒരു തീരുമാനം ആ പദ്ധതിയിൽ നിന്ന് പിന്മാറുക എന്നുള്ളൊരു രാഷ്ട്രീയ തീരുമാനമാണ് CPI ആഗ്രഹിക്കുന്നത്. പക്ഷെ അതുണ്ടാവാനുള്ള സാധ്യതയില്ല എന്ന് CPI അറിയിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഫണ്ട് പ്രധാനമാണല്ലോ. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ്. MA ബേബിയുടെ പ്രതികരണമാണ്. മീറ്റിംഗിൽ പോവുകയല്ലേ, പ്രശ്നം പരിഹരിക്കാനാണ് മീറ്റിംഗ് നടത്തുന്നത്. പ്രശ്ന പരിഹാരത്തിനാണ് ഈ മീറ്റിംഗ് എന്നാണ് ഇപ്പോൾ MA ബേബി പറഞ്ഞിരിക്കുന്നത്. MA ബേബി മീറ്റിംഗിനായി പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അപ്പോൾ ഹരിയുണ്ട്. ഹരി, ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ എത്തിയിട്ടുണ്ട്. MA ബേബിയും എത്തി. അല്പസമയത്തിനുള്ളിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആരംഭിക്കും. അടിയന്തരമായി വിളിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. പ്രേക്ഷകർക്കറിയാം, സാധാരണ വെള്ളിയാഴ്ചകളിൽ കൂടുന്ന സെക്രട്ടേറിയറ്റ് ഇന്ന് തിങ്കളാഴ്ച വിളിച്ചത് CPM-ന്റെ ഈ രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്നു കൂടിയാണ്. അപ്പോൾ നിർണായകമായ എന്തെങ്കിലും തീരുമാനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? മുതിർന്ന നേതാക്കൾ എല്ലാവരും AKG സെന്ററിൽ എത്തിക്കഴിഞ്ഞോ ഹരി? തീർച്ചയായിട്ടും അരുൺ, അല്പസമയത്തിനുള്ളിൽ തന്നെ യോഗം ഔദ്യോഗികമായിട്ട് ആരംഭിക്കും. കാരണം മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നേരത്തെ തന്നെ എത്തിയിരുന്നു. ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി കൂടി എത്തിയിരിക്കുകയാണ്. പ്രശ്നപരിഹാരത്തിന് വേണ്ടിയാണ് ഈ അടിയന്തര സെക്രട്ടേറിയറ്റ് കൂടുന്നതെന്ന് അദ്ദേഹം കയറി പോകുമ്പോൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അറിയേണ്ടത്. ഈ പ്രശ്നപരിഹാരത്തിന്റെ ഫോർമുല എന്താണ്? അത് മെരിക്കുകയാണോ, CPI മെരിക്കുകയാണോ, അതോ അവിടെ ഒരു വിട്ടുവീഴ്ച ചെയ്യുകയാണോ എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും ഉയരുന്ന ചോദ്യങ്ങൾ. അതുകൊണ്ട് ഈ CPM അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇതിൽ ഏത് നിലപാടാണ് സ്വീകരിക്കുക എന്നുള്ളതാവും ഏറ്റവും പ്രധാനം. ഇതിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് MA ബേബി യോഗത്തിൽ അവതരിപ്പിക്കും. അത് കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു ആശങ്കയായിരിക്കും സ്വാഭാവികമായിട്ടും അവതരിപ്പിക്കുക. ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഇതിലെടുക്കുന്ന നിലപാട് വളരെ നിർണായകമാണ് എന്നുള്ളത് കൂടി ആണ് ഈ യോഗത്തിൽ ഒരു പുറത്തു വരുന്ന, അല്ലെങ്കിൽ യോഗത്തിൽ നിന്ന് ഏറ്റവും അവസാനം പുറത്തു വരുന്ന ഒരു നിലപാട്. അത് മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന നിലപാട് കൂടി ആവാനുള്ള സാധ്യതയുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന സമയത്ത് ഈ ധാരണാപത്രത്തെക്കുറിച്ച് പുത്തലത്ത് ദിനേശൻ അവതരിപ്പിച്ചപ്പോൾ യോഗത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തിനും മുന്നണിക്കും തീരെ ഗുണകരമല്ല ഒരു ധാരണാപത്രമാണ്, അല്ലെങ്കിൽ കരാറാണ് എന്ന തരത്തിലായിരുന്നു. പക്ഷേ ഒപ്പിട്ട സാഹചര്യത്തിൽ കൂടുതൽ പ്രശ്നത്തിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ വിവാദങ്ങളിലേക്ക് കടക്കേണ്ടതില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഈ ധാരണാപത്രത്തിനെതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കേണ്ടതില്ല എന്നൊരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ നിലപാടിലേക്ക് CPM വന്നതുകൊണ്ടാണ് ആ സമയത്ത് മറ്റൊന്നും തന്നെ പുറത്തു വരാതിരുന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യം അതല്ല. CPI മരിക്കണം, അല്ലെങ്കിൽ CPI-യുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കണം. അതിനൊരു ഫോർമുല ഉണ്ടാകണം. ആ ഫോർമുലയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം കൂടുന്നത്. എല്ലാവരും തന്നെ രാവിലെ തന്നെ എല്ലാ നേതാക്കളും എത്തുകയും മുഖ്യമന്ത്രി കൃത്യം 9 മണിയോട് കൂടി തന്നെ AKG സെന്ററിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പരമാവധി ഈ പ്രശ്നപരിഹാരം ഇന്ന് തന്നെ രൂപപ്പെടുത്തുക. ആ രൂപപ്പെടുന്ന ഫോർമുല എന്തായാലും അത് CPI അറിയിക്കുക എന്നുള്ളതാണ് CPM-ന്റെ തീരുമാനം. CPI എക്സിക്യൂട്ടീവിന് മുമ്പ് തന്നെ ഇവിടെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം അവസാനിക്കും. അതിനുശേഷമായി വളരെ പ്രധാനപ്പെട്ട വാർത്തകൾക്കായി നമ്മൾ കാത്തിരിക്കുന്നു. ഒരു വാർത്ത വരേണ്ടത് തിരുവനന്തപുരത്ത് നിന്നാണ്. അത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടിയന്തരമായി കൂടുന്നതിലെടുക്കുന്ന തീരുമാനമാണ്. മറ്റൊന്ന് വരേണ്ടത് ആലപ്പുഴയിൽ നിന്നാണ്. അവിടെ CPI-യുടെ എക്സിക്യൂട്ടീവിന്റെ തീരുമാനമാണ്. രണ്ട് തീരുമാനങ്ങൾക്കുമായി നമ്മൾ കാത്തിരിക്കുകയാണ്. രാഷ്ട്രീയ കേരളവും കാത്തിരിക്കുകയാണ്.